നമസ്കാരം. അന്യോന്യത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത് SNDP യൂണിയൻ്റെ മാവേലിക്കര യൂണിയൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ സുജാതൻ മാവേലിക്കരയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ SNDP യൂണിയൻ്റെ നേതൃതലത്തിലുണ്ടായിരുന്ന പലരും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. താങ്കളും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, താങ്കളിപ്പോൾ ഒരു പ്രവാസി മലയാളിയാണ്. ബഹ്റിനിൽ താങ്കളുടെ വീട്ടിൽ വെച്ച് സ്വാമി ശാശ്വതീകാനന്ദ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനാൽ ചീത്ത പറയപ്പെട്ടു എന്ന് താങ്കൾ വെളിപ്പെടുത്തുകയുണ്ടായി. എന്താണെന്ന് സംഭവിച്ചത്? വെള്ളിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ സ്വയാശ്രയ കോളേജുകളുടെ അഭാവം SNDP യോഗത്തിനും SN ട്രസ്റ്റിനും ഉണ്ടെന്നും അതിനുള്ള അപേക്ഷകൾ നമ്മളാരും സമർപ്പിച്ചിട്ടില്ല എന്നും അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലേ എന്നും ഞാനാണ് ചോദിച്ചത്. താങ്കളും സ്വാമിയും വെള്ളാപ്പള്ളി നടേശനുമാണോ ആ സമയത്തുള്ളത്? അതെ, പ്രീതി നടേശനും എൻ്റെ ഭാര്യയുണ്ടായി ഉണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി അല്പനേരം മൗനം പാലിച്ചതിന് ശേഷം ഇങ്ങോരു പഴത്തൊലിയായിട്ട് എൻ്റെ മുമ്പിൽ നടക്കുകയാണ്. താങ്കൾ അല്ല, സ്വാമിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. സ്വാമി എന്നല്ല, പഴത്തൊലിയായി നടക്കുന്ന ഒരാളാണ് മൊട്ട എന്നൊക്കെ അഭിസംബോധന ചെയ്തു. മൊട്ട അദ്ദേഹം മുണ്ടനം ചെയ്തതിന്. അല്ല, ഇത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? SNDP യോഗത്തിൻ്റെ പാരമ്പര്യത്തിൽ വളർന്ന ഒരു മനുഷ്യൻ, ശ്രീനാരായണ ഗുരു പരമ്പരയിൽപ്പെടുന്ന ഒരാൾ, അദ്ദേഹം സന്യാസ നിഷ്ഠ അനുസരിച്ച് മുണ്ടനം ചെയ്തതിന് മൊട്ട എന്ന് വിളിക്കുക, അദ്ദേഹത്തിൻ്റെ സാത്വിക ഭാവത്തെ പരാമർശിച്ചുകൊണ്ട് പഴത്തൊലി എന്ന് വിളിക്കുക, ഒരു വികാരങ്ങളും ഇല്ലാത്തൊരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണല്ലോ അത്തരത്തിൽ വിളിക്കുക. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ അനുയായികളോ ശ്രീനാരായണീയരോ ഇത് വിശ്വസിക്കുമോ? വെള്ളാപ്പള്ളിയെ അടുത്തറിയുന്നവരെല്ലാം ഇത് വിശ്വസിക്കും. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില ശൈലികളുണ്ട്. പാര, മൊട്ട, പഴത്തൊലി, ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. അത് അദ്ദേഹത്തെ അടുത്തറിയുന്നവരും അദ്ദേഹത്തെ ശ്രമിച്ചിട്ടുള്ളവർക്കും അത് നിഷേധിക്കാൻ പറ്റത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സ്വാമി എന്ത് പ്രതികരിച്ചു അങ്ങനെ പറഞ്ഞു? സ്വാമി ഒരു കൈ കൊണ്ട് ജ്യൂസിൻ്റെ ഗ്ലാസ് അത് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൈ കാണിച്ചു. അങ്ങനെയൊന്നും ജനറൽ സെക്രട്ടറി പറയാൻ പാടില്ല എന്ന് കൈയാംഗ്യം കാണിക്കുകയുണ്ടായി. വെള്ളാപ്പള്ളിയും സ്വാമിയും വളരെ അടുത്തവരായാണല്ലോ അതിന് തൊട്ടു മുമ്പ് വരെയൊക്കെ നിന്നത്. ഒരുപക്ഷെ ശിവഗിരി മഠത്തിൽ മറ്റ് ചില ബാഹ്യശക്തികൾ വരുന്നു എന്ന് പറഞ്ഞൊരു നിലപാടുമായി സ്വാമി മുന്നോട്ട് വരികയുണ്ടായി. വെള്ളാപ്പള്ളി നടേശനും സമാനമായൊരു നിലപാട് ആ ഘട്ടത്തിൽ എടുക്കുകയുണ്ടായി. അവരൊരുമിച്ച് നീങ്ങിയിരുന്നവരല്ലേ? അവർ ഒരുമിച്ച് നീങ്ങിയിരുന്നു. പക്ഷേ SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയുമുള്ള പണത്തിൻ്റെ കൈകാര്യം ചെയ്യുന്നതിൽ വെള്ളാപ്പള്ളി കാണിച്ച സ്വകാര്യ താല്പര്യങ്ങൾ സ്വാമി എന്ന് എതിർത്തിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എല്ലാവരും ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ്. ഇതേക്കുറിച്ച് സാമ്പത്തിക ഇടപാടുകൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ സാമ്പത്തിക തിരിമറികൾക്കെതിരെ സ്വാമി ഒരു നിലപാട് എടുത്തതുകൊണ്ടാണ് ഇവർ തമ്മിൽ തെറ്റിയത്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് സ്വാമിയോട് ശത്രുത തോന്നുകയും ഇത്തരത്തിൽ ശകാരിക്കുന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തത് എന്ന് വിശ്വസിക്കാൻ താങ്കൾക്ക് നേരിട്ടുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനും സ്വാമി ഒഴിച്ച് എല്ലാവരും മസ്കറ്റിലേക്ക് യാത്രയായി. ഈ സമയത്ത് ബഹ്റിനിലാണ് അദ്ദേഹം താമസിച്ചത്, സ്വാമിജി. അപ്പോൾ സ്വാമിജിയോട് ഞാൻ ഈ കാര്യങ്ങൾ തിരക്കിയപ്പോൾ പറഞ്ഞത്, വെള്ളാപ്പള്ളി ഇത്രയും ദേഷ്യപ്പെട്ടത് അദ്ദേഹം SNDP യോഗത്തിൻ്റെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും SN ട്രസ്റ്റിൻ്റെ കോളേജുകളിൽ നിന്നുമൊക്കെ കിട്ടിയ പണം കയ്യിലുണ്ട്. അത് പുതിയ കോളേജുകൾക്ക് വേണ്ടിയോ പുതിയ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടോ ഒക്കെ മുടക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് പുള്ളിയുടേത്. അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുകയില്ല എന്ന് സ്വാമി എന്നോട് പറഞ്ഞതുകൊണ്ടാണ് നേരിട്ട് പറഞ്ഞതാണ്. ഇതിന് ശേഷം ആണോ ഈ ദുബായിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളി ഇദ്ദേഹത്തെ സ്വാമിയെ കയ്യേറ്റം ചെയ്തൊരു സംഭവം ഉണ്ടായി എന്ന് പറയുന്ന ആ യാത്ര ഇതിന് ശേഷമാണോ സംഭവിക്കുന്നത്? ഈ 3 ദിവസം കഴിഞ്ഞപ്പോൾ സ്വാമിജിയും ഞാനും കൂടി ദുബൈയിലെത്തുകയും പ്രീതി നടേശൻ്റെ സഹോദരൻ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഞങ്ങളെ സ്വീകരിക്കാൻ എയർപോർട്ടിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരിച്ച് ബഹ്റിലേക്ക് പോയി. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും സ്വാമി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൈരളി ചാനലിൽ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച്
ഗൗരിയമ്മയ്ക്ക് അസുഖമായതുകൊണ്ട് ഗൗരിയമ്മ രാജിവെക്കുകയാണ്. ആ പോസ്റ്റിലേക്ക് അദ്ദേഹം മന്ത്രിയാകുന്നു. രാജൻ ബാബു SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് പറഞ്ഞ് വാർത്ത കണ്ടു. ഇതൊന്നും നടക്കത്തില്ല, ഇതൊന്നും ശരിയുമല്ല ഈ വാർത്തകളൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. സുജാതൻ അത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമിജി ഞാൻ കണ്ടില്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇനി അത് റീപ്ലേ ചെയ്യുകയാണെങ്കിൽ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് പറഞ്ഞു, ഞാനങ്ങ് പോവുക, ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോവുക. ഞാൻ ചോദിച്ചു, വെള്ളാപ്പള്ളിയും എല്ലാവരും വരുന്നത് 23-ാം തീയതി മറ്റോ ആണല്ലോ, സ്വാമി എന്താ അവരുടെ കൂടെ അല്ലേ വരുന്നത്? അതൊന്നും ശരിയാവത്തില്ല, ഞാനങ്ങ് പോവുക. അപ്പം അദ്ദേഹം അങ്ങനെ 2 ദിവസമോ 3 ദിവസം മുമ്പേ അദ്ദേഹം കേരളത്തിലെത്തി. ഇപ്പോൾ 23-ാം തീയതി ആണെന്ന് തോന്നുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ എത്തിയപ്പം ഞാനും ഇന്ത്യയിലുണ്ട്. ഞാനും യൂണിയൻ പ്രസിഡന്റ് നിലയ്ക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിലുണ്ടായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് തുഷാർ വെള്ളാപ്പള്ളി ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയുമോ? എന്നോട് സ്വാമിയും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു വിവരത്തെക്കുറിച്ച് സ്വാമി എന്നോട് പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ആ സംഭാഷണ വേളയിൽ എന്തെങ്കിലും അത് അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അവിടെ പരിപാടികളുണ്ടായിരുന്നെന്നും പെട്ടെന്ന് നിർത്തി മടങ്ങിയത് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം മൂലമാണ് എന്നും ഇപ്പോൾ പലരും തുറന്നു പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. അതേക്കുറിച്ച് അന്നൊന്നും താങ്കൾ കേട്ടിട്ടില്ല? അല്ല, ഈ അടിയുണ്ടായോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിച്ചോ എന്ന് മാത്രം എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ അവർ തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്ന് സ്വാമിജിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായി. വെള്ളാപ്പള്ളി നടേശനുമായി അല്ല, വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയവരോ ആരെങ്കിലുമായിട്ട് ഒരു തർക്കമുണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവരോടൊപ്പം നിൽക്കാനുള്ള സന്തോഷമുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി. ഇതേ തുടർന്നാണ് സ്വാമി സമാധിയാവുന്നത്. അത് ഒരു സ്വാഭാവിക സമാധി അടയലായിരുന്നില്ല, സ്വാഭാവിക മരണമായിരുന്നില്ല, കൊലപാതകം തന്നെയായിരുന്നു എന്ന് പലരും വെളിപ്പെടുത്തുന്നു. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും? അതൊരു അസ്വാഭാവിക മരണമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ മരിക്കുന്ന ദിവസം വൈകുന്നേരം 4 മണിയുടെ ട്രെയിനിൽ അദ്ദേഹം ആലുവയിൽ നിന്ന് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നും അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടണമെന്നും അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ ലണ്ടനിൽ നിന്ന് തൊണ്ടയ്ക്കുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നും നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ കാണാമെന്നും പറഞ്ഞ രീതിയിലാണ് ഞാൻ മാവേലിക്കരയിൽ നിന്ന് രാവിലെ 7:30 മണിക്ക് വീട്ടിൽ നിന്ന് തിരിക്കുന്നത്. സ്വാമി തിരുവനന്തപുരത്ത് എത്തുന്നത് കാത്ത് താങ്കൾ ഇവിടെ എത്തി? ഇല്ല, വഴിയിലാണ്. ഇപ്പം യാത്രാമധ്യയാണ് 8:45 മണിക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ രവി എന്നെ വിളിച്ചിട്ട് വെള്ളാപ്പള്ളിക്ക് കണക്ട് ചെയ്യാൻ. അങ്ങനെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായെന്നും അവിടെ സ്വാമിയെ ഡോക്ടർ സോമൻ്റെ നേതൃത്വത്തിൽ വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നുമാണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെയാണ് വെള്ളാപ്പള്ളി താങ്കളോട് ഈ കാര്യം പറഞ്ഞത്? എന്തായിരുന്നു സംസാരത്തിൻ്റെ ഉള്ളടക്കം? എടോ, തൻ്റെ സ്വാമി പോയല്ലോടോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞു. തൻ്റെ സ്വാമി എന്ന വാക്ക് അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്തായിരുന്നു അത്തരത്തിലുള്ള ഒരു പരാമർശത്തിൻ്റെ പുറകിൽ എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? എന്തോ അവർ തമ്മിലുള്ള അധികാര തർക്കത്തിൻ്റെ ഒരു ഭാഗം ഞാനാണോ അല്ലെങ്കിൽ ഞാനായി വരുമോ എന്ന സംശയം കൊണ്ടായിരിക്കണം അങ്ങനെയുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ച് എന്നാണ് എൻ്റെ വിശ്വാസം. അഭിപ്രായ വ്യത്യാസങ്ങളോടെ ആണെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകൻ, കാവ്യമസ്ത്രമണിഞ്ഞ ഒരു സന്യസ്തൻ, അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ആ മണിക്കൂറുകളിൽ തന്നെ പരസ്പരം അറിയുന്ന മൂന്നാമതൊരാളോട് സംസാരിക്കുമ്പോൾ എടോ തൻ്റെ സ്വാമി പോയല്ലോ എന്ന ഒരു പദം പ്രയോഗിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള ഒരാളാണോ വെള്ളാപ്പള്ളി നടേശൻ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 1996 SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിലേക്കുന്നത്. അന്ന് കേരളത്തിൻ്റെ എല്ലാ ദിശകളിലുമുള്ള എല്ലാ ഭാഗത്തുമുള്ള ശ്രീനാരായണ വിശ്വാസികളും പ്രവർത്തകരും നേതാക്കന്മാരും അദ്ദേഹത്തോടുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തോടുള്ളത് പ്രീതി നടേശൻ മാത്രമാണ്, വേറെ ആരുമില്ല. തുഷാറില്ലേ? തുഷാറിനും അതിലും തർക്കം കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അവർ തമ്മിലും തർക്കം കാണണം, തർക്കങ്ങളുണ്ട്. ഈ തർക്കത്തിനിടെ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന കാര്യം സ്വാമി ശാശ്വതീകാനന്ദയെ നേരിട്ട് കൊന്നു എന്നാരോപിക്കപ്പെടുന്ന പ്രിയൻ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ആരോപണം. ഈ കേസിൽ
ഞാൻ നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതിലൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടായത് എന്ന് കുറ്റവാളിയായിട്ട് നിങ്ങളിൽ പലരും ചിത്രീകരിക്കുന്ന പ്രിയൻ പറഞ്ഞിരിക്കുന്നു. എന്താണ് പ്രതികരണം? ഒരു കുറ്റകൃത്യം ചെയ്യുന്നവർ ആ കുറ്റകൃത്യം ചെയ്യാനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാവും. ആ എക്സിക്യൂഷൻ മാത്രമല്ല, ആ ബറിയലും കൃത്യമായി തന്നെ നടത്തി. കാരണം ശാശ്വതികാനന്ദ സ്വാമിയുടെ ജഡം ശിവഗിരിയിലെത്തുമ്പം ഞാനിവിടെയുണ്ട്. അപ്പം ഈ ബിജു പപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയിൽപ്പെട്ട ചെറുപ്പക്കാരെല്ലാം അവിടെയുണ്ട്. അവർ ശ്രീ തുഷാറിനെ ആക്രമിക്കുമെന്നും പറഞ്ഞിട്ടൊരു ബഹളം ഉണ്ടാക്കി. എന്തിന്? എന്തോ അവർക്ക് സംശയമുണ്ട് ഈ മരണത്തിൻ്റെ ഭാഗം. അന്ന് അവിടെ ഉണ്ടിരുന്നു. അപ്പോൾ ശ്രീ സൗത്ത് പാർക്ക് മോഹൻദാസും അവിടെയുണ്ട്. ഞാനും അദ്ദേഹം കൂടെ ചേർന്നാണ് അവരെ സമാധാനപ്പെടുത്തുന്നത്. നിങ്ങൾ അരുതാത്തൊന്നും ചെയ്യരുത്, സ്വാമിയോടുള്ള അപമാനമാണ് എന്ന്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഓരം പറ്റി വെള്ളാപ്പള്ളി നടേശൻ മകനെ ചുറ്റിപ്പറ്റി ആണ് അകത്തേക്ക് കൊണ്ടുപോയത്. ഈ കഴിഞ്ഞ ദിവസം പുതുതായി വന്ന ഒരു കാര്യം അല്ല, അദ്ദേഹത്തിന് ഷുഗറിന്, പ്രമേഹത്തിന് കൊടുക്കുന്ന മരുന്ന് പാലിൽ കലക്കി കൊടുത്ത് അദ്ദേഹത്തെ തളർത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ എന്തെങ്കിലും താങ്കൾ അന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഇതിനെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെയുള്ള സ്പെക്കുലേഷൻ്റെ ഒരു ആവശ്യമില്ല. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ മുഖ്യമന്ത്രി, ഇവരൊക്കെ ശാശ്വതികാനന്ദ സ്വാമിയെ അടുത്തറിയുന്ന ആളുകളായിരുന്നു. അവർ ഇതിലൊരു വിവാദത്തിന് നിൽക്കാതെ ഏറ്റവും സത്യസന്ധരായ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇത് വൃത്തിയായി അന്വേഷിപ്പിച്ച് വെള്ളാപ്പള്ളി അല്ലയോ, മറ്റേ പ്രിയനല്ലയോ, അല്ലെങ്കിൽ വേറൊരു സന്യാസി അല്ലയോ, ഇതൊക്കെ തിരക്കി അറിയേണ്ടത് ഭരണത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി പലരും മുന്നോട്ട് വരുന്നത് രാഷ്ട്രീയ പ്രേരിതമായാണ് എന്ന ഒരു ആരോപണം BJP നേതാക്കളിൽ നിന്നും ഉയരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആളുകളിൽ നിന്നും ഉയരുന്നുണ്ട്. നിങ്ങളിൽ പലരും മുൻപൊക്കെ രാഷ്ട്രീയ ബന്ധമുള്ളവരായിരുന്നു. താങ്കൾ തന്നെ KSU പ്രവർത്തകനൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് കൂടി എതിരായി, നിലവിലുള്ള രണ്ട് മുന്നണികൾക്കും എതിരായി ഒരു മൂന്നാം മുന്നണിക്ക് വേണ്ടി BJPയുമായി SNDP യോഗം കൈകോർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണുന്നു എന്ന് പറയപ്പെടുന്ന ഒരാൾക്കെതിരെ സ്വഭാവഹത്യയുമായി നിങ്ങളൊക്കെ മുന്നോട്ട് വരുന്നതിന് പുറകിൽ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ എന്താണ് മറുപടി? തീർച്ചയായും ഇത് തെറ്റാ. വെള്ളാപ്പള്ളി നടേശൻ ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ്. ആ ഊതി വീർപ്പിക്കുന്ന ബലൂണിനകത്ത് അടിച്ച കാറ്റ് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ സഹായത്തോടു കൂടിയാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയുക, ഈ പ്രാവശ്യം ആരും അവിടെ എത്തിയിട്ടില്ല. കണിച്ചിരുനിറയിലെ നേതാക്കന്മാരുടെ നിര അവിടെ ഇല്ല. വെള്ളാപ്പള്ളി നടേശന് അങ്കലാപ്പില്ല. 75 ലക്ഷം വരുന്ന ശ്രീനാരായണ ധർമ്മവിശ്വാസികൾ SNDP യോഗത്തിൻ്റെ പ്രവർത്തകരും വെള്ളാപ്പള്ളിയെ തള്ളിയിരിക്കുന്നു. വെള്ളാപ്പള്ളി അങ്കലാപ്പില്ല. ഒരു ചലനവും ശ്രീനാരായണ സമൂഹത്തിനുണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഈ കോമാളിത്തരം കൊണ്ട്. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു നേതാക്കളും കുളങ്ങരയിലെത്തി ഇദ്ദേഹത്തെ കാണാത്തത് ഒരു വോട്ട് ബാങ്കിൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലയ്ക്കുണ്ടായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പദവി റദ്ദായി എന്നതിൻ്റെ സൂചനയായിട്ടാണ് താങ്കൾ കാണുന്നത്. 2005 ഡിസംബറിൽ 101ാമത് SNDP യോഗത്തിൻ്റെ വാർഷികത്തിൽ കള്ളവോട്ട് ചെയ്തതിൻ്റെ ഒരു കാര്യം ഞാൻ വിശദീകരിക്കാം. കേരളത്തിൽ അങ്ങോളമുള്ള ഗുണ്ടാ സംഘങ്ങളെ വാടകയ്ക്കെടുത്തിട്ട് അവർ ധർമ്മസേനയുടെ അംഗങ്ങളായിട്ട് പാസ് കൊടുത്ത് അകത്ത് കയറ്റും. അവരകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം ഗുണ്ടകളായി കള്ളവോട്ട് ചെയ്തതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ അവിടെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അത് ഒന്ന് വെളിവാക്കിയാൽ 1500-ൽ പരം ആളുകൾ അവിടെ വന്നിട്ടില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാകുകയും 7500 വോട്ടുകൾ അവിടെ ചെയ്ത് 90% വോട്ട് മേടിച്ച ഒരു കഥയുണ്ടാക്കിയ വെള്ളാപ്പള്ളിയെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൂടി ഈ ധർമ്മസേനയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി ഏതെങ്കിലും തരത്തിൽ കോടതി ഇടപെടലിലൂടെയോ മറ്റോ ഇല്ലാതായാലും ഇപ്പോഴത്തെ വോട്ടവകാശമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താൽ
വെള്ളാപ്പള്ളി നടേശൻ പരാജയപ്പെടും എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? തീർച്ചയായും. ഇതൊക്കെ ഒരു സ്റ്റേജ് മാനേജ്മെൻറ്റാണ്. അല്ലാതെ അവിടെ ഒരു തത്വദീക്ഷയുമില്ല, അവിടെ ഒരു ജനാധിപത്യമില്ല, അവിടെ ഒരു സാമാന്യ മര്യാദയില്ല. വെറും കൊള്ള നടത്തുന്ന കൊള്ളയ്ക്ക് ആവശ്യമായ ഒരു സ്ഥാനമാനങ്ങൾ മാത്രമാണ് ആയിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് താങ്കൾ പറയുകയുണ്ടായി, വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് റെയ്ഡ് നടന്നു, അവിടെ നിന്ന് നിയമവിരുദ്ധമായ വയർലെസ് സെറ്റുകൾ കണ്ടെത്തി, അത് കേസായി, അതിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ രക്ഷപ്പെട്ടു എന്ന് താങ്കൾ ആരോപിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും വസ്തുതയാണ്. 1999 ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പം 4 വാക്കി ടോക്കിയും ഒരു ബേസ് സ്റ്റേഷനും അവിടുന്ന് ഇൻകം ടാക്സ് കണ്ടെടുത്ത് പോലീസിന് കൈമാറി. അതിനൊരു FIR ഉണ്ട്. ആ FIR അനുസരിച്ചിട്ട് പോലീസ് നടപടിയെടുക്കുമെന്ന് എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം സേനാപതി എന്ന് പറഞ്ഞ തമിഴ്നാട് അതിർത്തിയിലേക്ക് ഒളിച്ചോടിപ്പോയി. അതിനുശേഷം ഒളിവിൽ പോയി. അതിനുശേഷം ആലപ്പുഴ ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം മേടിച്ചിട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. ആ കേസ് എവിടെ പോയി? ആ കേസിന് എന്ത് സംഭവിച്ചു? ആ കണ്ടെടുത്ത വയർലെസ്സുകൾ എവിടെ പോയി? ഇവരിത് വെച്ചുകൊണ്ട് എന്താ ചെയ്തത് എന്ന് ജനത്തിനറിയാൻ താല്പര്യമുണ്ട്. ഈ വയർലെസ് കൂടെ എന്താ ഡീസൽ കടത്തിയോ, സ്വർണം കടത്തിയോ, ആയുധം കടത്തിയോ, അതോ ഇനിയും സ്പിരിറ്റ് കടത്തിയോ? അത് ഇല്ലീഗൽ ഓപ്പറേഷൻസിന് വേണ്ടി താങ്കൾ പറഞ്ഞ പോലെ ഡീസൽ കടത്താനോ മുതൽ സ്പിരിറ്റ് കടത്തുന്നവരെയുള്ള ആ പട്ടികയിൽ എന്തോ തരത്തിലുള്ള കുറ്റകൃത്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞാനിത് എൻ്റെ ഭാര്യ, എൻ്റെ ശ്രീമതിയുമായി സംസാരിക്കാനാണ് ഈ വാക്കി ടോക്ക് ഉപയോഗിച്ചിരുന്നത്, ഈ വയർലെസ് ഉപയോഗിച്ചിരുന്നത്, അദ്ദേഹം പറയട്ടെ. ഇപ്പോൾ സ്വാമി ശാശ്വതികാനന്ദ സംശയകരമായ രീതിയിൽ കൊല്ലപ്പെട്ടതാണ് എന്ന തരത്തിൽ ഒരു പ്രശ്നം, വെള്ളാപ്പള്ളി നടേശൻ നടത്തി എന്ന് പറയുന്ന ഈ മൈക്രോ ഫിനാൻസ് ഇടപാട് മുതൽ SNDP യോഗത്തിൻ്റെ ധനവിനിയോഗം അടക്കമുള്ള ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു അന്വേഷണം വരും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ അന്വേഷിക്കാതിരുന്നാൽ, അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതുമാതിരിയുള്ള തോന്നിവാസങ്ങളെ സഹായിച്ചാൽ കേരള സമൂഹം, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, ശ്രീനാരായണ സമൂഹം അവരെ തള്ളും. അവർക്കെതിരായി അവരുടെ മനസ്സ് ചലിക്കും എന്നെനിക്ക് തർക്കമില്ല. ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ പൊന്തി വന്ന മറ്റൊരു കാര്യം, സ്വാമി ശാശ്വതികാനന്ദയെ സഹായിച്ചത് പലപ്പോഴും അബ്ദുൽ നാസർ മഅദനിയാണ്. അക്കാര്യവും കൂടി അന്വേഷിക്കണം എന്ന് ഒരു രാഷ്ട്രീയ കക്ഷി BJP ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രതികരണം? എനിക്കതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയില്ല. താങ്കൾ സ്വാമിയായിട്ട് വളരെ അടുത്ത ആളല്ലേ? ഞാൻ അടുത്ത ആൾ എന്നുള്ളത്, ഞാൻ ഈ 1997 ശേഷമുള്ള അറിയുള്ളൂ എനിക്ക് സ്വാമിയുമായിട്ട്. ആദ്യമായിട്ട് ഞാൻ SNDP യോഗത്തിൻ്റെ ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ശേഷമുള്ള അടുപ്പവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. മഅദനിയും അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. മഅദനിയുമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നോ? ആ ബന്ധത്തിൻ്റെ ഏതെങ്കിലും ഇടർച്ചയിൽ ഇത് സംഭവിച്ചു എന്നാണല്ലോ BJP ഉദ്ദേശിക്കുക. അത്തരത്തിലുള്ള BJP പറഞ്ഞതിൻ്റെ ഒരു സമാധിയായ ഒരു സന്യാസിയെക്കുറിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കാത്തിടത്തോളം കാലം ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് ശ്രീനാരായണ ധർമ്മത്തോടും ശ്രീനാരായണ വിശ്വാസികളോടും ശിവഗിരി ശ്രീനാരായണ ഗുരുവിനോടും തന്നെ ഒരു അവഹേളനമായിട്ട് ഞാൻ കാണുന്നു. BJP പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്, അവർ തെറ്റിദ്ധരിക്കരുത്. ആർക്കെതിരെയാണ് ആരോപണങ്ങൾ ഇല്ലാത്തത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ ഇരിക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി കൈകോർത്തുകൊണ്ട് പിടിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോവുകയും അതൊരു മൂന്നാമത്തെ രാഷ്ട്രീയ ചേരിയായി, ഒരു ബദൽ രാഷ്ട്രീയ ചേരിയായി കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്താൽ എന്തുണ്ടാവും? വെള്ളാപ്പള്ളി നടേശൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് നമ്മളാരും എതിരല്ല. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ പൂർവ്വകാല ചരിത്രം എന്താണ്, ഞാൻ ഈ 18 വർഷമായി പൊതുരംഗത്ത് എന്ത് ചെയ്തു, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്താണ് എൻ്റെ മാനിഫെസ്റ്റോ, ഞാൻ ഇവിടുത്തെ പിന്നോക്ക അധസ്ഥിത വർഗ്ഗക്കാരെയും ഭൂരിപക്ഷ സമുദായത്തേക്കും എങ്ങോട്ട് കരകയറ്റും, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തും, അതൊക്കെ പറയുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. താങ്കളുടെ സുഹൃത്തു കൂടിയായ, താങ്കളുടെ വീട്ടിലിരുന്ന് സ്വാമിയുമായിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ചങ്ങാത്തമുള്ള വെള്ളാപ്പള്ളി നടേശന് ഈ തർക്കത്തിൻ്റെ അവസാനം എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിലെ SNDP യോഗത്തിന് നേതാവായി കൊണ്ടുവന്നത് ശ്രീ ശാശ്വതികാനന്ദ സ്വാമിയാണ്. ശാശ്വതികാനന്ദ സ്വാമിയുടെ സമാധാനമില്ലാത്ത പ്രേതം വെള്ളാപ്പള്ളിയെ പിടിക്കും.
അതിൽ വെള്ളാപ്പള്ളി രക്ഷപ്പെടുകയില്ല എന്നതിൻ്റെ വിശ്വാസം. വളരെയധികം നന്ദി.